അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് ഇപ്പോൾ എന്തായി? വൈറ്റ് ഹൗസിൽ നിന്നും ഭ്രാന്തനായ പ്രസിഡന്റ് ഇറങ്ങിപ്പോകണമെന്ന് അമേരിക്കൻ ജനതയെ കൊണ്ട് തന്നെ നിങ്ങൾ പറയിപ്പിച്ചില്ലേ? സാമ്പത്തിക മാന്ദ്യത്തിന്റെ പടുകുഴിയിലേക്ക് സ്വന്തം ജനതയെ കൈവിട്ട് പശ്ചിമേഷ്യയിലേക്ക് യുദ്ധത്തിന് പോയ ട്രംപ് അദ്ദേഹം മനസ്സിലാക്കണം, നിങ്ങൾ ഇറാനെ കത്തിക്കാൻ നോക്കുമ്പോൾ പൊള്ളി വിയർക്കുന്നത് അമേരിക്കൻ ജനതയാണെന്ന്. ലോകം നന്നാക്കാനും ലോകത്തെ മുഴുവൻ മര്യാദ പഠിപ്പിക്കുന്നതിനും നടക്കുന്ന ഇത്തിരി സമയം മാത്രം മതിയല്ലോ സ്വന്തം ജനതയുടെ സന്തോഷം കാണാനല്ലേ? പക്ഷേ ഗാസയിലെ നിലവിളികളാണ് നിങ്ങൾക്കിഷ്ടം. അതിനൊക്കെ ദൈവം ശിക്ഷ കൊടുക്കുകയാണ്. ട്രംപിന്റെ കസേര വരെ തെറിക്കാൻ സാധ്യത കാണുകയാണ് ഇപ്പോൾ. എന്താണ് അമേരിക്കയിൽ നിന്നുള്ള പുതിയ വാർത്ത? നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് അമേരിക്കയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ ഭരണമുറപ്പിച്ച ശേഷം ട്രംപ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോട് പൊറുതി മുട്ടിയിരിക്കുകയാണ് പാവം അമേരിക്കൻ ജനത. അതുകൊണ്ട് തന്നെയാണ് അവർ തെരുവിലിറങ്ങി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ഉറ്റ ചങ്ങാതിയായ ഇലോൺ മസ്കിനുമെതിരെ മുദ്രാവാക്യം വിളിച്ചത്. ട്രംപ് അടുത്ത കാലത്തായി നടപ്പിലാക്കിയ താരിഫ് വർധനവ് അമേരിക്കൻ സാമ്പത്തിക മേഖലയെ ഇതിനോടകം തന്നെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അധികം വൈകാതെ സാമ്പത്തിക മേഖലയിൽ കനത്ത പ്രഹരമേൽക്കും. ഇത് സാധാരണക്കാരനായ അമേരിക്കക്കാരെ പോലും പ്രതികൂലമായി ബാധിക്കും. ഈ സാധ്യത മുന്നിൽ കണ്ട് നടപ്പിലാക്കിയ നയങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയത്. ചൈന, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളോടൊക്കെ തന്നെ പ്രതികാര നടപടി പോലെ അമേരിക്ക വർദ്ധിപ്പിച്ച തീരുവ നയം ഇപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ വലിയ പണിയാണ് ഉണ്ടാക്കുന്നത്. ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജനം അയാൾ ഒരു ഭ്രാന്തനാണെന്നും അമേരിക്കൻ ജനതയുടെ ഭാവിയെക്കുറിച്ച് യാതൊരു ആശങ്കയും അദ്ദേഹത്തിന് ഇല്ലെന്നും കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശമെങ്കിൽ അധികം വൈകാതെ തന്നെ അമേരിക്കയെ സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കും. അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ഇതിനോടകം തന്നെ സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചു കഴിഞ്ഞു. ഇതെല്ലാമാണ് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, അമേരിക്കൻ സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധി വരുമ്പോഴും യുദ്ധത്തിന് വെറി കൂട്ടുന്ന പ്രസിഡന്റിനോടും രാജ്യത്തെ ജനതയ്ക്ക് അമർഷമുണ്ട്. യുദ്ധം ഇഷ്ടമല്ലെന്നും യുദ്ധവിരുദ്ധ നയമാണ് എപ്പോഴും സ്വീകരിക്കുമെന്നും പറഞ്ഞ അതേ പ്രസിഡന്റാണ് പശ്ചിമേഷ്യയിൽ ചെന്ന് ഇറാനെ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒടുവിൽ പൊറുതി മുട്ടിയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി വ്യക്തമാണ്. അമേരിക്കൻ ഓഹരി വിപണികളെ മൊത്തമായിട്ട് ഈ നയങ്ങൾ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസത്തിലേറെയായി വലിയ രീതിയിലുള്ള ഇടിവാണ് അമേരിക്കൻ ഓഹരി വിപണിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ വാർത്തകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യാപാര തുടക്കത്തിൽ സെൻസെക്സ് 3000 പോയിന്റും നിഫ്റ്റി 900 പോയിന്റും ഇടിഞ്ഞു എന്ന് കാണാവുന്നതാണ്. രൂപയുടെ മൂല്യം 30 പൈസ ഇടിഞ്ഞ് 85.74 ഏഷ്യയിലെ മറ്റ് ഓഹരി വിപണികളിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. US പകരച്ചുങ്ക പ്രഖ്യാപനത്തിനു ശേഷമുള്ള വൻ ഇടിവാണ് സംഭവിച്ചത് എന്നതുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഓഹരി വിപണികളിലെ തകർച്ചയും പ്രതിഷേധങ്ങളും വകവയ്ക്കാതെ പകരം തീരുവയുമായി മുന്നോട്ടു പോകാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ചില ഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മരുന്ന് അനിവാര്യമാണെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. തീരുവയിൽ നീക്കുപോക്കിന് 50ഓളം രാജ്യങ്ങൾ സമീപിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു. താരിഫ് പ്രഖ്യാപനത്തിനു പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിലും വൻ ഇടിവാണ് തുടരുന്നത്. വിപണികളിലെ തകർച്ച കാര്യമാക്കേണ്ടതല്ലെന്നും നേരിടാൻ അമേരിക്ക ശക്തമാണെന്നും ട്രംപ് പറയുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കാൻ അമേരിക്കൻ ജനത തയ്യാറാകുന്നില്ല. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ രാജ്യങ്ങൾ ഈടാക്കുന്ന തീരുവ പിൻവലിക്കാതെ ഒരു സമവായത്തിനുമില്ലെന്ന നിലപാട് ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത്. വിപണികളിലെ തകർച്ച വരുത്തിവെച്ചതല്ലേ എന്ന ചോദ്യത്തിനോട് ട്രംപ് ശോഭിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിലെ സാധാരണ ജനത, അതായത് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ജനത തങ്ങളുടെ പണം കാര്യമായി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അവരുടെ പണം എന്താകുമെന്ന ഭയമാണ് അവരെ ഇന്ന് അലട്ടുന്നത്. മാത്രവുമല്ല, പലരുടെയും റിട്ടയർമെന്റ് പ്ലാനുകളാണ് ആ തുക. അമേരിക്കയുടെ ഓഹരി വിപണിയിൽ അനക്കം തട്ടുമ്പോൾ, അത് ഇടിയുമ്പോൾ നിക്ഷേപകർക്കിടയിലും വലിയ ആശങ്കകൾ ഉരുത്തിരിയുകയാണ് ചെയ്യുന്നത്. ഡോളറിന്റെ പോലും മൂല്യം കുത്തനെ ഇടിയുന്നത് അമേരിക്കയിൽ സംഭവിക്കാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപിനെ ഭ്രാന്തനായി ജനങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ട്രംപിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയാണ് അമേരിക്കൻ ജനത ഇപ്പോൾ ശബ്ദമുയർത്തിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള വിപണികൾ ഇടിഞ്ഞു വീഴുമ്പോൾ 1987 ബ്ലാക്ക് മൺഡേ ക്രാഷുമായിട്ടാണ് നിക്ഷേപകർ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. 2025 തകർച്ചയ്ക്ക് വാൾസ്ട്രീറ്റ് ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ ഒരു ദിവസത്തെ തകർച്ചയെ പ്രതിധ്വനിപ്പിക്കാനോ മറികടക്കാനോ ഉള്ള എല്ലാ ഘടകങ്ങളുമുണ്ടെന്ന് CNBCയുടെ മാഡ് മണിയുടെ അവതാരകനുമായ ജിം ക്രാമർ പറഞ്ഞു. നിയമങ്ങൾ പാലിക്കുന്ന ഈ രാജ്യങ്ങളെയും കമ്പനികളെയും പ്രസിഡന്റ് സമീപിച്ച് പ്രതിഫലം നൽകാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ 1987 സാഹചര്യം ഇവിടെയും വന്നു ചേരും. ക്രാമർ NDTVയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ, UK, ഇസ്രായേൽ,
പോലുള്ള പരമ്പരാഗത സഖ്യകക്ഷികൾ എന്നിവയുൾപ്പെടെ പ്രധാന വ്യാപാര പങ്കാളികൾക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ കടുത്ത താരിഫുകൾ മൂലമുണ്ടായ ആഗോള ഓഹരി തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് ക്രാമിന്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധ നേടിയത്. ട്രംപ് ഹിറ്റ്ലറിനെ പോലെ ഒരു ഏകാധിപത്യ നേതാവായി മാറുകയാണെന്നാണ് അമേരിക്കൻ ജനത പ്രതിഷേധത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഈ സ്ത്രീ ധരിച്ച വേഷത്തിലും അവർ പറയുന്ന രാഷ്ട്രീയം ഇത് തന്നെയാണ്. ട്രംപ് മാത്രമല്ല, ശതകോടീശ്വരനായ ഇലോൺ മസ്കിനും അമേരിക്കയുടെ ദുർഗതിയിൽ പങ്കുണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ട്രംപ് വിരുദ്ധത മാത്രമല്ല, മറിച്ച് ഇലോൺ മസ്കിനെതിരെയും മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ട്രംപിന്റെ ഇത്തരം നടപടികൾ അമേരിക്കയിൽ പ്രശ്നങ്ങൾ മാത്രം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നാണ് അവരുടെ വാദം. ജനരോഷം എന്തായാലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ട്രംപ് എന്ന അമേരിക്കൻ നേതാവിന് മുകളിലെ വിശ്വാസം നഷ്ടപ്പെട്ടെന്നാണ് അവരും പറയുന്നത്. ട്രംപിന്റെ നടപടികൾ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ പോലും അതൃപ്തിയും അവരുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാക്കാനും സാമ്പത്തികപരമായി അമേരിക്കയെ തകർക്കുകയുമാണ് ചെയ്യുന്നതെന്നാണ് അവിടെ നിന്നും വരുന്ന പ്രതികരണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ ജനത തെരുവിലിറങ്ങിയിരിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും മറിച്ച് എന്തോ വിപത്ത് വരാൻ പോകുകയാണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞതിന്റെ സൂചനയാണെന്നും ഈ പ്രകടനമെന്നും നമുക്ക് വ്യക്തമാണ്. എന്തിന് കൂടുതൽ പറയുന്നു? ട്രംപിന്റെ ഇത്തരം നയങ്ങളോട് പൂർണ്ണമായും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ടെഡ് ക്രൂസ് വന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ, ചൈന എന്നിവയ്ക്ക് മുകളിൽ ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം കൂടുതൽ സങ്കീർണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ട്രംപ് കൊടുക്കുന്ന ഈ പണിക്ക് അവർ മറുപണി തരികയാണെങ്കിൽ അമേരിക്കയിൽ അത് വലിയ ആഘാതം സൃഷ്ടിക്കുമെന്നാണ് ടെഡ് ക്രൂസ് പറയുന്നത്. അമേരിക്കൻ കമ്പനികളായ ഐഫോൺ, ടെസ്ല വാഹനങ്ങൾക്കൊക്കെ തന്നെ വിലയേറും. ഇത് വലിയ ബുദ്ധിമുട്ട് ജനതയുടെ മുകളിൽ ഉണ്ടാക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഇത്രയും പ്രതിഷേധങ്ങളും എന്തിന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർ ശബ്ദങ്ങളും വന്നുവെങ്കിലും ഒരു കൂസലും ഇല്ലാതെയാണ് ട്രംപിന്റെ നിൽപ്പ്. ഇപ്പോഴുള്ള പ്രതിസന്ധി ഹ്രസ്വകാലത്തേക്ക് മാത്രമുള്ളതാണെന്നും ദീർഘനാളിലേക്ക് അമേരിക്കയ്ക്ക് വലിയ ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആത്മവിശ്വാസം വളരെ നല്ലതാണ്. പക്ഷേ സ്വന്തം ജനതയ്ക്ക് തന്നിൽ വിശ്വാസം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കണമെങ്കിൽ ഇദ്ദേഹം ചില്ലറ പുള്ളിയൊന്നുമല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതേസമയം തന്നെ കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഇതേ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തിയത്. ബാങ്കിംഗ് മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തലിനും അമേരിക്കയുടെ ഗതി മാറാൻ പോകുന്നു എന്ന സൂചനകൾ നൽകി കഴിഞ്ഞു. ട്രംപിന്റെ ചരിത്രപരമായ തീരുവ പ്രഖ്യാപനം ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങളാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചത്. അമേരിക്കയിലെ ആഗോള വിപണികൾക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടതായി വന്നു. 2020 ശേഷം ഏറ്റവും വലിയ നഷ്ടമാണ് US ഓഹരി വിപണി നേരിട്ടത്. ആൻപി 500 സൂചികകൾക്ക് ഏകദേശം $2 ട്രില്യൺ മൂല്യം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നു. നൈക്ക്, ആപ്പിൾ, ആമസോൺ തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകളുടെ ഓഹരി വിലകളും കുത്തനെ ഇടിഞ്ഞു. US ഡോളറിന്റെ മൂല്യം 2.2% വരെ ഇടിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച തീരുവയും അതിനോടുള്ള മറ്റു രാജ്യങ്ങളുടെ പ്രതികരണവും അന്താരാഷ്ട്ര വ്യാപാരത്തെയും സാമ്പത്തിക വ്യവസ്ഥയെയും കാര്യമായി ബാധിക്കുന്ന പ്രത്യക്ഷ വ്യാപാര യുദ്ധത്തിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% അധിക തീരുവ ചുമത്തി ചൈന തിരിച്ചടിച്ചു കഴിഞ്ഞു. 11 US കമ്പനികൾക്ക് വിലക്കുമേർപ്പെടുത്തി. സമരിയം, ഗാഡോലിനിയം, ടെർബിയം, ഡിസ്പ്രോസിയം, സ്കാൻഡിയം തുടങ്ങിയ അപൂർവ പ്രകൃതി വിഭവങ്ങൾക്ക് കയറ്റുമതി നിയന്ത്രിക്കുക കൂടി ചെയ്തു അവർ. മാത്രവുമല്ല, കാനഡ, ഫ്രാൻസ്, മെക്സിക്കോ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതികരണവും രേഖപ്പെടുത്തി. ട്രംപിന്റെ ഏകപക്ഷീയ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ലോകരാജ്യങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായും മറുതന്ത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യാപാര യുദ്ധത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരിക അമേരിക്കൻ ജനത തന്നെയാണ്. ഉൽപാദന ചെലവ് കൂടുതലായതിനാൽ ഇറക്കുമതിയെ കാര്യമായി ആശ്രയിക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇത് ട്രംപ് മറക്കരുത്. രാജ്യത്തിലെ ഉപഭോഗത്തിന്റെ 10% ഇറക്കുമതി ആശ്രയിച്ചാണ്. കുറഞ്ഞ വിലയ്ക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് 10 മുതൽ 50% വരെ തീരുവ വരുമ്പോൾ വില കുത്തനെ കുതിക്കും. ഐഫോൺ വില 30 മുതൽ 40% വരെ വർദ്ധിക്കും. മറ്റു പല ഉൽപ്പന്നങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ്. പണപ്പെരുപ്പം നിലവിലെ 2% നിന്ന് 4% വരെ ഉയർന്നു എന്നാണ് JP മോർഗൻ ഉൾപ്പെടെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ പറയുന്നത്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചു കൊണ്ടുവരാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് എത്തും. വികസന മുരടിപ്പുണ്ടാകും. രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീഴും. ട്രംപ് അധികാരത്തിലേറിയ ശേഷം US ഓഹരി വിപണിയിൽ $10 ലക്ഷം കോടി മൂല്യചോഷണമാണ് ഉണ്ടായത് എന്നുകൂടി ഞാനിവിടെ പറയുകയാണ്. അമേരിക്കൻ ഓഹരി വിപണി കോവിഡ് കാലത്തിന് ശേഷം ഒരാഴ്ചത്തെ ഏറ്റവും കനത്ത വീഴ്ചയാണ് തീരുവ പ്രഖ്യാപന ശേഷം നേരിട്ടത്. ഡൗ ജോൺസ് 7.8%, S&P 500 സൂചിക 9.1%, നസ്ഡാക്ക് 10% ഇടിഞ്ഞു കഴിഞ്ഞു. വരും ദിവസങ്ങളിലും ഇടിവ് തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഡോളർ മൂല്യവും ഇടിഞ്ഞു വരികയാണ്.
എന്തായിരിക്കും അമേരിക്കയുടെ ഭാവി? അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റായ ട്രംപ് എന്ന ഭ്രാന്തനെ കൊണ്ട് അവർ വലയുകയാണ്. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.